Hi, a model question paper on readings on Kerala. This is part 3, which is the final part of this video series. Well friends, in this video, we are discussing section C of the question paper. Well, in this section, there are 4 essay questions. Remember, each question carries 10 marks and you are supposed to answer any 2 questions. അതായത് 4 ചോദ്യങ്ങളിൽ നല്ലവണ്ണം അറിയാവുന്ന 2 എണ്ണം ഉത്തരവിടണം. ഒരു ചോദ്യത്തിന് 10 മാർക്ക് വെച്ച് 2 എണ്ണത്തിന് 20 മാർക്ക്. So friends, here we go. Essay question number 24. That is the first essay question. Well, take a look at the question. Describe the social, political and literary renaissance of Kerala inspired by Narayana Guru, Ayyankali, Poikil Appachan and Vakam Maulavi. ഇപ്പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ശ്രമഫലമായി കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ സാഹിത്യ മണ്ഡലങ്ങളിലുണ്ടായ നവോത്ഥാനത്തെപ്പറ്റി ചെറുതായെന്ന് വിവരിക്കാമോ? ഇതാണ് ചോദ്യം. Well friends, here is paragraph number 1. The Renaissance of Kerala refers to a socio-cultural movement that began towards the end of the 19th century. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലുണ്ടായ ഉണർവും പരിവർത്തനവുമാണ് നവോത്ഥാന പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. It led to large-scale changes in the social, political and literary realms in Kerala. അത് കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ സാഹിത്യ മണ്ഡലങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. Some of the leading figures of the movement were ശ്രീ നാരായണ ഗുരു, അയ്യങ്കാളി, പൊയ്കയിൽ അപ്പച്ചൻ ആൻഡ് വക്കം മൗലവി. ആ പ്രസ്ഥാനത്തിൽ നായക സ്ഥാനം വഹിച്ചവരിൽ ചില പ്രധാനികളാണ് ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, പൊയ്കയിൽ അപ്പച്ചൻ, വക്കം മൗലവി തുടങ്ങിയ ആളുകൾ. This is paragraph number 1. Now, paragraph number 2. ശ്രീനാരായണ ഗുരു led a reform movement against the injustice in the caste-ridden society of Kerala. കേരളത്തിലെ ജാതിയിൽ അധിഷ്ഠിതമായ സമൂഹത്തിലെ അനീതിക്കെതിരെ നവീകരണ പ്രവർത്തനങ്ങൾ നയിച്ചയാളാണ് ശ്രീനാരായണ ഗുരു. He tried to promote spiritual enlightenment and social equality. സാമൂഹ്യ സമത്വവും ആത്മീയ പ്രബുദ്ധതയും സമൂഹത്തിൽ വളർത്താൻ അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചു. He fought against the casteism and untouchability prevailed in Kerala in those days. അന്ന് കേരളത്തിൽ ശക്തമായിരുന്ന ജാതിയിൽ അധിഷ്ഠിതമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ അദ്ദേഹം ശക്തമായ പോരാട്ടം നയിച്ചു. He opened a school for the children from the deprived classes, built temples, launched agitations and published several works. അധസ്ഥിതരായ കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ, ക്ഷേത്രങ്ങൾ എന്നിവ തുറന്നു, പോരാട്ടങ്ങൾ നയിച്ചു, ധാരാളം ഗ്രന്ഥങ്ങളും രചിച്ചു. ഗുരു propagated the motto one caste, one religion, one God for all. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ആപ്തവാക്യം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നതാണ്. Well, this is paragraph number 2. Now, paragraph number 3. Ayyankali worked for the advancement of the oppressed people in Travancore. തിരുവിതാംകൂറിലെ അധകൃതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച മഹത് വ്യക്തിയാണ് അയ്യങ്കാളി. His relentless efforts changed the lives of Dalits. അദ്ദേഹത്തിന്റെ അക്ഷീണ പ്രയത്നം ദളിതരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. He laid claim to the public space by launching the വില്ലുവണ്ടി യാത്ര and other agitations. അദ്ദേഹത്തിന്റെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള വില്ലുവണ്ടി യാത്രയും മറ്റ് പ്രക്ഷോഭ സമരങ്ങളും അന്നത്തെ പൊതു ഇടത്തിൽ അവകാശം സ്ഥാപിക്കാൻ ദളിതർക്ക് കഴിഞ്ഞു. അയ്യങ്കാളി fought to gain access to education for the oppressed classes. ഈ പീഡിത വർഗത്തിന് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നേടിക്കൊടുക്കാനും അയ്യങ്കാളിക്ക് കഴിഞ്ഞു. He also challenged the custom that prohibited Dalit females from covering their upper body in public. ദളിത് വനിതകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നേടിക്കൊടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. അയ്യങ്കാളി ഫൗണ്ടഡ് SJPS, സാധു ജന പരിപാലന സംഘം, that campaigned for the access of the Dalits to schools. ദളിതർക്ക് സ്കൂൾ പ്രവേശനത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം നയിക്കാൻ SJPS എന്ന മഹാപ്രസ്ഥാനവും അയ്യങ്കാളി സ്ഥാപിച്ചു. Well, this is paragraph number 3. Now, paragraph number 4. Poikil Appachan was a revolutionary Dalit leader and social reformer. വിപ്ലവകാരിയായ ഒരു ദളിത് നേതാവും ഒരു സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു പൊയ്കയിൽ അപ്പച്ചൻ. He was a Dalit converted Christian. ദളിത് വിഭാഗത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയ ആളായിരുന്നു അദ്ദേഹം. He realized that
Even after conversion, Dalits continued to be marginalized and discriminated against. മതപരിവർത്തനത്തിന് ശേഷവും ദളിതർ അവഗണിക്കപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട് വിവേചനത്തിന് ഇരകളായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. He founded പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, that is PRDS, which strove for the liberation and empowerment of all sections of Dalits. എല്ലാ വിഭാഗങ്ങളിലും പെട്ട ദളിതരുടെ മോചനത്തിനും ശാക്തീകരണത്തിനും വേണ്ടി അദ്ദേഹം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS എന്ന സംഘടന സ്ഥാപിച്ചു. He also opened the first English medium school for Dalit community. ദളിതർക്ക് വേണ്ടി ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചതും അദ്ദേഹമായിരുന്നു. His poems speak of the injustices and brutalities faced by the downtrodden. പൊയ്കയിൽ അപ്പച്ചന്റെ കവിതകളിൽ സമൂഹത്തിലെ പീഡിതരും അടിച്ചമർത്തപ്പെട്ടവരുമായ ആളുകൾക്ക് നേരിടേണ്ടി വന്ന അനീതിയെയും ക്രൂരതകളെയും പറ്റി നമുക്ക് കാണാൻ സാധിക്കും. Friends, this is paragraph number 4. Now take a look at the last paragraph. Vakam Maulavi used communication networks to promote his ideas of patriotism, modern education and religious reform. ദേശഭക്തി, ആധുനിക വിദ്യാഭ്യാസം, മതനവീകരണം എന്നീ വിഷയങ്ങളെ പറ്റിയുള്ള തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായി വാർത്താവിനിമയ ശൃംഖലകൾ വക്കം മൗലവി വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു. To spearhead his agitations during the Renaissance, he started സ്വദേശാഭിമാനി newspaper. നവോത്ഥാന കാലഘട്ടത്തിൽ തന്റെ പോരാട്ടം മുന്നോട്ട് നയിക്കുവാനായി അദ്ദേഹം സ്വദേശാഭിമാനി പത്രം തുടങ്ങി. It declared that the paper will not hesitate to expose injustices to the people in any form. ജനങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ഏത് അനീതിയെയും തുറന്നു കാട്ടാൻ മടിക്കില്ലെന്ന് ആ പത്രം ഉറക്കെ പ്രഖ്യാപിച്ചു. The paper was later banned by the government. ആ പത്രത്തിന് പിന്നീട് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തി. വക്കം മൗലവി also tried to purify Islam and bring it back to its original form. അതുപോലെ തന്നെ ഇസ്ലാം മതത്തെ ശുദ്ധീകരിച്ച് ആദ്യകാലത്തുണ്ടായിരുന്ന സംശുദ്ധ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും വക്കം മൗലവി പരിശ്രമിച്ചു. Well, this is answer to essay question number 1, that is question number 24. Now friends, here is essay question number 25. Take a look at the question. Read Agni as a feminist story. ഒരു ഫെമിനിസ്റ്റ് കഥ, അതായത് ഒരു സ്ത്രീപക്ഷ കഥ എന്ന രീതിയിൽ സിത്താര എസ് എന്ന കഥാകാരിയുടെ അഗ്നി എന്ന ചെറുകഥയെ വിലയിരുത്താൻ കഴിയുമോ? ഇതാണ് ചോദ്യം. Now take a look at the answer. Here is paragraph number 1. സിത്താര എസ് is a Malayalam short story writer of repute. വളരെ പ്രസിദ്ധയായിട്ടുള്ള ഒരു മലയാളം ചെറുകഥാകാരിയാണ് സിത്താര എസ്. Her short story Agni is a feminist story. അവരുടെ അഗ്നി എന്ന ചെറുകഥ ഒരു ഫെമിനിസ്റ്റ്, അതായത് ഒരു സ്ത്രീപക്ഷ കഥയാണ്. It tells the story of Priya, a gang rape survivor, and the unconventional way she protests against this brutal act. കൂട്ടമാനഭംഗത്തിന് ഇരയാകേണ്ടി വന്ന പ്രിയ എന്ന പെൺകുട്ടിയുടെ കഥയാണ് അഗ്നി. ഈ മൃഗീയമായ പ്രവൃത്തിക്കെതിരെ അവൾ പരമ്പരാഗത രീതിയിൽ നിന്ന് മാറിയിട്ട് തികച്ചും ഒരു പുതിയ രീതിയിൽ പ്രതിഷേധിക്കുന്നത് നമുക്ക് ഈ കഥയിൽ കാണാൻ സാധിക്കും. Well, this is paragraph number 1. Now take a look at paragraph number 2. It is the story of a rape survivor who is not ready to be persecuted or destroyed with disappointment or disrespect. ഇത് മൃഗീയമായ ഒരു മാനഭംഗത്തെ അതിജീവിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ആ കുട്ടി അപമാനം അഥവാ നിരാശ തുടങ്ങിയ കാര്യങ്ങൾക്ക് കീഴടങ്ങി ജീവിതം നശിപ്പിക്കാൻ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. The protagonist of the story, Priya, does not allow herself to be emotionally withered after being gang raped. ഈ കഥയിലെ പ്രധാന കഥാപാത്രമായ പ്രിയ കൂട്ടമാനഭംഗത്തിന് ഇരയായ ശേഷം വൈകാരികമായി തളരുന്നില്ല. പിന്നെയോ she exercises the right to speak bluntly about her experience in sex. ആ ക്രൂരത നിറഞ്ഞ അനുഭവത്തെപ്പറ്റി തുറന്നടിച്ച് സധൈര്യം അവൾ സംസാരിക്കുന്നു. In this way, she puts her molesters to shame by openly telling them about their incapability to please her sexually. ഈ രീതിയിൽ അവളോട് ക്രൂരത കാട്ടിയ കാട്ടാളന്മാരെ ലജ്ജിപ്പിച്ച് മാനസികമായി അവൾ തളർത്തുന്നു. Well, this is paragraph number 2. Now take a look at paragraph number 3. Agni presents sexuality and man-woman relationships from a new perspective. ലൈംഗികത, സ്ത്രീ പുരുഷ ബന്ധം
ഇവയെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ ഈ കഥയിൽ അവതരിപ്പിക്കുന്നു. It is also a critique of the suppression and commodification of the female body. സ്ത്രീ ശരീരത്തെ ഒരു വിൽപ്പന ചരക്കാക്കി അടിച്ചമർത്തുന്ന രീതിയുടെ ഒരു വിമർശനാത്മക അവലോകനമാണ് ഈ കഥ. Waiting for assistance from no one, she resolves to penalize the wrongdoers on her own. മറ്റാരിൽ നിന്നും സഹായത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ അവൾ ഒറ്റയ്ക്ക് ഈ സംഭവം കൈകാര്യം ചെയ്യുന്നു. കുറ്റവാളികളെ ശിക്ഷിക്കുന്നതും അവൾ ഒറ്റയ്ക്ക് തന്നെ. She finds an unusual way of vengeance. അവൾ പ്രതികാരം തീർക്കുന്നത് ഒരു അസാധാരണ രീതിയിലാണ്. It is also a tale of revenge and small triumphs. ഇത് പ്രതികാരത്തിന്റെയും കൊച്ചു കൊച്ചു വിജയങ്ങളുടെയും കഥയാണ്. Just like the flames of fire, Priya is also burning with the fire of fury and revenge. അഗ്നിജ്വാലകൾ പോലെ പ്രിയ എന്ന കഥാപാത്രത്തിലും രോഷം, പ്രതികാരം എന്നീ വികാരങ്ങൾ ജ്വലിക്കുന്നത് കാണാം. She does not wish to surrender her highly spirited self to those who had taken the claim even on her menstrual blood. തന്റെ ആർത്തവ രക്തത്തിൽ പോലും കൈവച്ച അക്കിരാതന്മാരുടെ മുന്നിൽ അവരുടെ ആത്മാഭിമാനം പണയം വെക്കാൻ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു നമ്മുടെ പ്രിയ. Well, this is paragraph number 3. Now take a look at the last paragraph of the essay. Paragraph number 4. The story is recounted from a feminist perspective. ഈ കഥ പറയുന്നത് ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാടിലാണ്. It denounces the society that stands against women. സ്ത്രീയുടെ പക്ഷം നിൽക്കാത്ത സമൂഹത്തെ ഈ കഥ അപലപിക്കുന്നു. It highlights the fault lines in a society where women victims are deprived of dignity and justice. സ്ത്രീകളായിട്ടുള്ള ഇരകൾക്ക് അന്തസ്സും നീതിയും നിഷേധിക്കുന്ന സമൂഹത്തിന്റെ തെറ്റായ നിലപാടിനെ ഈ കഥ ചൂണ്ടിക്കാണിക്കുന്നു. Priya stands as an epitome of a spirited girl who wishes to fight against all odds with her small triumphs and revenge. ദുർവിധിക്കെതിരെ പടപൊരുതുന്ന ചങ്കൂറ്റമുള്ള ഒരു വനിതയുടെ പ്രതിരൂപമായി നമ്മുടെ പ്രിയ വായനക്കാർക്ക് മുന്നിൽ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. The title also indicates the different meanings of fire. The fire of lust in Sanjeev and the fire of revenge in Priya. അഗ്നിയുടെ വ്യത്യസ്ത അർത്ഥതലങ്ങളും ആ പേരിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. അതായത് ഒന്ന്, കിരാതമൂർത്തിയായ ആ സഞ്ജീവന്റെ കാമാഗ്നി. രണ്ട്, നമ്മുടെ പ്രിയയുടെ പ്രതികാരാഗ്നി. Well, friends, this is the end of the essay. This is answer to question number 25. Now, essay question number 26. Well, friends, here is the question. Discuss the history of Malayalam cinema. മലയാളം സിനിമയുടെ ചരിത്രം ഒന്ന് ചുരുക്കി പറയാമോ? ഇതാണ് ചോദ്യം. Well, here is the answer. Paragraph number 1. In the essay 50 years of Malayalam cinema, V.C. Harris traces the history of 50 years of Malayalam cinema. 50 വർഷത്തെ മലയാളം സിനിമ എന്ന എസ്സേയിൽ V.C. ഹാരിസ് ഈ ചരിത്രം വളരെ ചുരുക്കി വിവരിക്കുന്നുണ്ട്. It begins with നീലക്കുയിൽ released in 1954 and ends with പാഠം 1 ഒരു വിലാപം released in the year 2003. 1954 പുറത്തിറങ്ങിയ നീലക്കുയിൽ എന്ന ചിത്രത്തിൽ തുടങ്ങി 2003 ഇറങ്ങിയ പാഠം 1 ഒരു വിലാപം എന്ന സിനിമയിൽ അവസാനിക്കുന്ന ചരിത്രമാണിത്. This is paragraph number 1. Now take a look at paragraph number 2. In the 1940s and 50s, issues like caste inequality, class consciousness, nationalism and progress influenced the artistic productions. 1940-50കളിൽ സിനിമാ നിർമ്മാണത്തെ സ്വാധീനിച്ച ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ജാതി അസമത്വം, വർഗബോധം, ദേശീയത, പുരോഗതി തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അത്. There was optimism and enthusiasm. അന്ന് ഈ മേഖലയിൽ ഒരുപാട് പ്രതീക്ഷകളും ശുഭാപ്തി വിശ്വാസവും ഉത്സാഹവും നിലനിന്നിരുന്നു. All this was found in നീലക്കുയിൽ. ഈ കാര്യങ്ങളൊക്കെ നീലക്കുയിൽ എന്ന സിനിമയിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. It is a landmark film that has successfully fused several ingredients for the first time. ഒരു സിനിമയുടെ സാങ്കേതികവും കലാപരവുമായ വിവിധ ഘടകങ്ങൾ ഒന്നിച്ചു ചേർത്തുണ്ടാക്കിയ ആദ്യത്തെ സിനിമ എന്ന നിലയിൽ ഈ നീലക്കുയിൽ നമ്മുടെ സിനിമാ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. It had a local story, caste inequality, progress, a modern secular subject, fine music, folk music, many excellent actors and technicians. ഒരു നല്ല കഥ,
ജാതി വ്യവസ്ഥ, പുരോഗതി, മതനിരപേക്ഷത, നല്ല പാട്ടുകളും സംഗീതവും, നാടൻ സംഗീതം, നല്ല നടീനടന്മാരും സാങ്കേതിക വിദഗ്ധരും, അങ്ങനെ എല്ലാം ഒത്തിണങ്ങിയ ആദ്യത്തെ നല്ല ഒരു മലയാള ചിത്രം നീലക്കുയിൽ. Well, this is paragraph number 2. Now take a look at paragraph number 3. The optimism of the 1950s gave way to a growing sense of discontent and disillusionment of post-independent India in the 1960s. 1960കളിലെ സിനിമകളിൽ മറ്റൊരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് 1950കളിലെ സിനിമകളിൽ കണ്ട ശുഭാപ്തി വിശ്വാസം മെല്ലെ വഴിമാറുന്നതായി നമുക്ക് കാണാം. എന്തിനു വഴിമാറുന്നു? 1960കളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ സ്വാതന്ത്ര്യാനന്തര കാലത്തുണ്ടായ നിരാശയും അസംതൃപ്തിയും. However, Chemin, released in 1965 by Ramu Karyat, reinforced the message given in നീലക്കുയിൽ. എന്നാൽ ചെമ്മീൻ എന്ന സിനിമ നീലക്കുയിലിന്റെ സന്ദേശം വീണ്ടും എത്തിച്ചു. 1970s saw the emergence of the new cinema by Adur Gopalakrishnan, G. Aravindan and John Abraham. 1970കളിൽ അടൂർ ഗോപാലകൃഷ്ണൻ, ജി അരവിന്ദൻ, ജോൺ എബ്രഹാം തുടങ്ങിയ മഹാരഥന്മാരുടെ ആധുനിക സിനിമ രംഗപ്രവേശം ചെയ്തു. ഇറ്റ് വാസ് ഡബ്ഡ് ആസ് ആർട്ട് സിനിമ. എന്നാൽ ആ പടങ്ങളെ ആർട്ട് ഫിലിം എന്നാണ് ആളുകൾ വിളിച്ചത്. സ്വയംവരം ബൈ അടൂർ ഗോപാലകൃഷ്ണൻ, റിലീസ്ഡ് ഇൻ ദി ഇയർ 1972, ഈസ് ദ ഫസ്റ്റ് ഫിലിം ഇൻ ദിസ് ഗ്രൂപ്പ്. 1972ലെ അടൂരിന്റെ സ്വയംവരം ആണ് ഈ വിഭാഗത്തിലെ ആദ്യത്തെ സിനിമ. National emergency and modernism marked the Malayalam movies of the 1970s and 80s. ആധുനികത, ദേശീയ അടിയന്തരാവസ്ഥ തുടങ്ങിയ കാര്യങ്ങൾ 1970കളിലെയും 80കളിലെയും സിനിമകൾക്ക് വിഷയമായിട്ടുണ്ട്. And this is paragraph number 3. Now paragraph number 4. The last decade of the 20th century brought in several social and political issues such as globalization, religious fundamentalism and social issues of women, Dalits and the Adivasis. അതായത് ഗ്ലോബലൈസേഷൻ, മതമൗലികവാദം, സ്ത്രീകൾ, ദളിതർ, ആദിവാസികൾ തുടങ്ങിയ സാമൂഹ്യവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾ 20ാം നൂറ്റാണ്ടിന്റെ അവസാന ദശാബ്ദത്തിൽ, അതായത് 1990കളിലെ സിനിമകളിൽ നമുക്ക് കാണാൻ സാധിക്കും. There was also a greater degree of commercialization. മാത്രമല്ല കച്ചവട സിനിമകളും ഇക്കാലത്ത് ധാരാളം ഉണ്ടായി. At the same time, there is a greater variety in the kinds of cinema produced. അതേസമയം വൈവിധ്യമാർന്ന ധാരാളം സിനിമകളും ഇക്കാലത്ത് നിർമ്മിക്കപ്പെട്ടു. The representation of the minorities has been problematic in general. ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങൾ സിനിമയിൽ അവതരിപ്പിക്കുന്നത് പൊതുവെ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. It is in this context that films like പാഠം 1 ഒരു വിലാപം is to be seen. ഈ സന്ദർഭത്തിൽ വേണം പാഠം 1 ഒരു വിലാപം എന്ന സിനിമ നമ്മൾ കാണാൻ. Secularism as a social agenda is still a difficult issue in India. ഒരു സാമൂഹ്യ വിഷയം എന്ന നിലയിൽ മതനിരപേക്ഷത നമുക്ക് അല്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. Well, this is paragraph number 4. Now take a look at the last paragraph. Harris concludes the essay by saying that film music constructs a public sphere where all people come together, sharing their common pasts and charting their common futures. സിനിമകളിലെ സംഗീതം എല്ലാ ആളുകളെയും ഒന്നിച്ച് ആകർഷിക്കുന്ന ഒരു സംഭവമാണ്. എല്ലാവർക്കും അവരവരുടെ ഭൂതകാലവും ഭാവി കാലവും ഒക്കെ പങ്കിടാൻ കഴിയുന്ന ഒരു സിനിമാ സങ്കേതമാണ് അത്. ഇത് പറഞ്ഞുകൊണ്ടാണ് VC ഹാരിസ് എന്ന ഗുരുനാഥൻ ഈ essay അവസാനിപ്പിക്കുന്നത്. Well friends, this is the end of essay question number 26. Now on to the last essay in this section. Now friends, essay question number 27. Now take a look at the question. Social life of the tribal communities in Kerala, or reflect on the lifestyle of early tribal people of Kerala. അതായത് കേരളത്തിലെ ആദിവാസികളുടെ സാമൂഹ്യ ജീവിതം അഥവാ ജീവിത രീതി ഒന്ന് വിവരിക്കാമോ? ഇതാണ് ചോദ്യം. Now take a look at the first paragraph. The essay titled Tribals of Kerala by Professor S. Achuthavariyar provides an overview of the tribal life and culture in Kerala. കേരളത്തിലെ ആദിവാസികളുടെ ജീവിതം, സംസ്കാരം എന്നിവയുടെ ഒരു അവലോകനമാണ് പ്രൊഫസർ എസ് അച്യുതവാര്യർ ട്രൈബൽസ് ഓഫ് കേരള എന്ന ഈ എസ്സേയിൽ നടത്തുന്നത്.
It also discusses the social life and the lifestyle of the tribal communities. ഈ ഗോത്രവർഗ വിഭാഗങ്ങളുടെ സാമൂഹ്യ ജീവിതം ഒപ്പം ജീവിത ശൈലിയും ഈ എസ്സേയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. Now this is paragraph number 1. Now take a look at paragraph number 2. In Kerala, the tribals live in communities called Gothrams. അതായത് ഗോത്രം എന്നറിയപ്പെടുന്ന സമൂഹങ്ങളായാണ് കേരളത്തിൽ ആദിവാസികൾ ജീവിക്കുന്നത്. Gothrams join together to form ഗണം. അതായത് പല ഗോത്രങ്ങൾ ചേർന്ന് ഗണങ്ങൾ ഉണ്ടാവും. Each ഗണം has a unique symbol that ensures its social unity. ഓരോ ഗണത്തിനും അതിൻ്റെതായ സിംബൽ, അതായത് പ്രതീകങ്ങളുണ്ട്. ഗണത്തിലെ അംഗങ്ങളുടെ ഐക്യവും സുരക്ഷയും ഉറപ്പാക്കാനാണ് ഈ സിംബലുകൾ. The symbol can be a tree or an animal. ഈ സിംബൽ എന്ന് പറയുന്നത് ഒരു മരമോ ഒരു ജീവിയോ ആവാം. നീം, കടമ്പ, ഫിഷ് ആൻഡ് ബൗ ആർ എക്സാമ്പിൾസ്. ആര്യവേപ്പ്, കടമ്പ, മത്സ്യം, വില്ല്, അങ്ങനെ എന്തുമാകാം ഈ സിംബൽ. The places to gather food by fishing and hunting and the food thus gathered are the property of the Gana. അതായത് ആഹാര സാധനങ്ങൾ ശേഖരിക്കാനും വേട്ടയാടാനും ഒക്കെയുള്ള സ്ഥലങ്ങൾ, അങ്ങനെ ശേഖരിക്കുന്ന ആഹാര സാധനങ്ങൾ ഇവയൊക്കെ ഓരോ ഗണത്തിന്റെയും പൊതു സ്വത്താണ്. However, ornaments, utensils and weapons are of private ownership. എന്നാൽ ആഭരണങ്ങൾ, പാത്രങ്ങൾ, ആയുധങ്ങൾ ഇവയൊക്കെ സ്വകാര്യ സ്വത്താണ്. Well, this is paragraph number 2. Now take a look at paragraph number 3. Blood relations and descent determined the rights and duties of each member of the group. അതായത് ഓരോ വിഭാഗത്തിന്റെയും അവകാശങ്ങളും കടമകളും തീരുമാനിക്കുന്നത് അവരുടെ രക്തബന്ധം, കുടുംബ പാരമ്പര്യം എന്നിവ അനുസരിച്ചാണ്. There are 2 types of descent, patrilineal and matrilineal. കുടുംബ വ്യവസ്ഥ 2 രീതിയിലാണ്, അച്ഛൻ വഴിയും അമ്മ വഴിയും. Since women mostly did agricultural labor, the farming communities followed matrilineal tradition. അതായത് കൃഷി അനുബന്ധ ജോലികൾ ചെയ്തിരുന്നത് സ്ത്രീകളായിരുന്നതിനാൽ ഈ രീതിയിൽ കൃഷി സമ്പ്രദായം നിലനിന്നിരുന്ന ഗോത്ര വിഭാഗങ്ങൾ അമ്മ വഴിയുള്ള പിന്തുടർച്ചാവകാശം നിലനിർത്തിപ്പോരുന്നു. Cattle growing tribes followed patrilineal tradition. കന്നുകാലി വളർത്തലിൽ ഏർപ്പെട്ടിരുന്ന ഗോത്രവർഗ്ഗക്കാർ അച്ഛൻ വഴിയുള്ള പിന്തുടർച്ചാവകാശം അനുവർത്തിച്ചു പോരുന്നു. Property is transferred to those who had the right to perform the after-death rituals of the elder. മരണാനന്തര ചടങ്ങുകൾ ചെയ്യാൻ അവകാശമുണ്ടായിരുന്ന ആളുകൾക്കായിരുന്നു സ്വത്തവകാശം. Marriages between the children of sisters and brothers, that is മുറപ്പെണ്ണ് and മുറച്ചെറുക്കൻ, are common. അതായത് മുറപ്പെണ്ണും മുറച്ചെറുക്കനും തമ്മിലുള്ള വിവാഹം സാധാരണമായിരുന്നു. Well, this is paragraph number 3. Now take a look at paragraph number 4. കുടിപ്പക, which is community feud, was common among tribes. കുടിപ്പക അതായത് ജാതി പോര് ഈ ഗോത്രവർഗ്ഗങ്ങളുടെ ഇടയിൽ സാധാരണമായിരുന്നു. If a member of a community is attacked by a member of another community, the entire community will avenge him or her. അതായത് ഒരു ജാതിയിൽപ്പെട്ട ആളിനെ മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരാൾ ആക്രമിച്ചാൽ ആക്രമിക്കപ്പെട്ടയാളിന്റെ ജാതിക്കാർ ഒന്നടങ്കം ചെന്ന് കണക്ക് തീർക്കും. It was considered a primary social responsibility of the community. ഇത് ഓരോ ഗോത്രവർഗത്തിന്റെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായിട്ടാണ് കണക്കാക്കുന്നത്. The famous വടക്കൻ പാട്ടുകൾ are heroic stories of these fights between the groups. നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള വടക്കൻ പാട്ടുകൾ ഇങ്ങനെ ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളുടെ വീരഗാഥകളാണ്. Each ഗോത്രം has a leader. അതായത് ഓരോ ഗോത്രത്തിനും ഒരു തലവൻ, അതായത് ഒരു നേതാവുണ്ട്. The leader plays the mediator of any internal conflicts and decides the penalties for violating the rules. ഏറ്റുമുട്ടലുകളിൽ മധ്യസ്ഥത വഹിച്ച് നിയമലംഘനം നടത്തുന്നതിന് പിഴ തീരുമാനിക്കുന്നത് ഈ തലവനാണ്. Well friends, this is paragraph number 4. Now take a look at the last paragraph, the concluding paragraph. Well, this is how the essay traces the social life and lifestyle of the tribal communities in Kerala. ഈ രീതിയിലാണ് നമ്മുടെ കേരളത്തിലെ ഗോത്ര വിഭാഗങ്ങളുടെ സാമൂഹ്യ ജീവിതവും ജീവിത രീതിയും ഈ എസ്സേയിൽ വരച്ചു കാട്ടുന്നത്. Well friends, the essay ends here and this is the end of the video. Thank you very much for watching this video. I'll be back soon with another video. Until then, bye bye.